ഹലോ ഗൈസ്, പത്തരമാറ്റിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. വീഡിയോ മുഴുവനായി കാണാൻ കൂടി ശ്രമിക്കണം. വേണുവും രേവതിയും കൂടി അനന്തപുരിയിലേക്ക് വരികയാണ്. അപ്പോഴേക്കും അനാമിക ദേവയാനിയുടെ സ്വർണവും പണമൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ടാവും കേട്ടോ. അത് വേണുവിൻ്റെ കയ്യിൽ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് അനാമിക അത് എടുത്തു വെക്കാണ് കേട്ടോ. അവർ വന്ന ഉടൻ തന്നെ അനാമികയുടെ റൂമിലേക്കാണ് കേട്ടോ വരുന്നത്. ഈ സമയത്ത് ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നന്ദുവാനിയും തമ്മിലുള്ള പ്രശ്നം സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ദേവയാനി എന്ത് ചെയ്യുന്നുണ്ട്, അനാമികയുടെ റൂമിലേക്ക് വരുന്നത്. റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് ദേവയാനി ശ്രദ്ധിക്കുന്നുണ്ട് വേണുവും രേവതിയും അനാമിക കൂടിയും സംസാരിക്കുന്നത്. ദേവയാനിയുടെ 10 പവനോളം വരുന്ന മാലയാണ് കേട്ടോ അനാമിക ഇത്തവണ അടിച്ചു മാറ്റിയിരിക്കുന്നത്. എന്നിട്ട് വേണുവിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് ആ മാല. എന്നിട്ട് അച്ഛനോട് പറയുന്നുണ്ട് അനാമിക, ഈ ഒരെണ്ണം മാത്രമേ എനിക്ക് അടിച്ചു മാറ്റാനേ പറ്റിയുള്ളൂ. അച്ഛൻ എങ്ങനെയെങ്കിൽ ഈ മാല എന്ത് ചെയ്യണം, ആരും അറിയാതെ വിറ്റിട്ട് കൊട്ടേഷൻ സമയത്ത് ഏൽപ്പിക്കണം. എന്നിട്ട് വേണം ആ നന്ദുവിനെ ഒരു പാഠം പഠിപ്പിക്കുക. അന്ന് ഏൽപ്പിച്ച ഗുണ്ടകളെ ഏൽപ്പിക്കണ്ട അച്ഛാ, അവന്മാരെ കൊണ്ട് ഒന്നിനും കഴിയില്ല. അന്ന് നന്ദുവിനെ കെട്ടിത്തൂക്കി എന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് എന്തായി? ഒന്നും സംഭവിച്ചില്ല. അവളെ നമ്മക്കിട്ടല്ലേ പണി തന്നത്. എന്തെങ്കിലും കഴിവുള്ള ആൾക്കാരെ വേണം ഏൽപ്പിക്കാൻ. അച്ഛാ സൂക്ഷിച്ച്, ഈ ശ്രമവും കൂടി പാളിയ നന്ദു നമ്മളെ വെച്ചേക്കില്ല. എന്തായാലും ആ നന്ദുവിനെ അങ്ങ് തീർത്തേക്കണം, ട്രെയിനിങ് ക്യാമ്പിൽ വെച്ച് തന്നെ. ഇനി അവൾ എൻ്റെ ജീവിതത്തിൽ ഒരു തടസ്സമായിട്ട് നിൽക്കാൻ പാടില്ല. അനിയെ കൂടി ഒഴിവാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അത് ഈ സ്വത്തുക്കളൊക്കെ കൈക്കലാക്കിയതിന് ശേഷം മാത്രമാണ്. അപ്പോൾ ഇതൊക്കെ ദേവയാനി എവിടെ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. ദേവയാനി ശരിക്കും ആകെപ്പാടെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. നന്ദുവിനെ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലാൻ നോക്കുന്നോ? ഇവള് അനന്തപുരിയിലെ സ്വത്തുക്കൾ കണ്ടിട്ടാണ് ഇവിടെ നിൽക്കുന്നതെന്നോ? എൻ്റെ അനിമോനെയും കൊല്ലണമെന്ന് ഇവക്കുണ്ടെന്നോ? ഇതൊക്കെ കേട്ട് ദേവയാനിക്ക് ആകെ ഒന്നും തിരിയാതെ അവസ്ഥയിലായി പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ സ്വർണങ്ങളൊക്കെ അടിച്ചു മാറ്റിയത് ഇവളാണല്ലേ? ഇനി അനന്തപുരിയിൽ നിന്ന് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ആർക്കറിയാം? ഇനി അന്ന് പാലിൽ വിഷം ചേർത്തത് ഇവളും ഇവളമ്മയും കൂടി ചേർന്നിട്ടാണോ? ഇവള് ചെയ്ത എല്ലാത്തിനും പാവം എൻ്റെ നാനമോളെയാണ് ഞാൻ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്. നാനമോള് പല പ്രാവശ്യം പറഞ്ഞതാ ഈ അനാമികയും അനാമികയുടെ വീട്ടുകാരെയും വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്ന്. പിന്നീട് കാണിക്കുന്നത് വേണുവും രേവതിയൊക്കെ ആ മാലയും എടുത്തുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് കേട്ടോ. മുമ്പ് തന്നെ ദേവയാനി എന്ത് ചെയ്യുന്നുണ്ട്, കല പിടിച്ച് നിൽക്കുന്നുണ്ട്. ദേവയാനി അനാമികയെ കണ്ടോടെ തന്നെ പറയുന്നുണ്ട്, അനാമികയെ ഒന്നവിടെ നിന്നേ, നിന്റെ അമ്മയുടെ അച്ഛൻ്റെയും ബാഗ് അതൊന്നും എന്നെ ഒന്ന് കാണിക്കണം. രേവതി എന്ത് ചെയ്യുന്നുണ്ട്, ബാഗൊന്ന് പുറകിലോട്ട് പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, അല്ല രേവതി, ആ ബാഗൊന്ന് ഇങ്ങോട്ട് തന്നേ. ഈ അനന്തപുരിയിൽ നിന്ന് പല സാധനങ്ങളും മോഷണം പോകുന്നുണ്ട്. ഇതുവരെ ആരാണെന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. ഈ അനന്തപുരിയിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെയാ കൊണ്ടുപോകുന്നതെന്ന് ഞങ്ങളൊന്നും അറിയണ്ടേ? ഉടൻ തന്നെ ജാനകി പറയാണ്, എന്താ ഏട്ടത്തി ഈ പറയുന്നത്? അനാമികയുടെ അച്ഛനും അമ്മയാണോ ഇവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്? അതാ നയനയും നവ്യയുമാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ദേവയാനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രേവതിയുടെ കയ്യിൽ നിന്ന് ആ ബാഗ് തട്ടിപ്പറിച്ചുകൊണ്ട് ദേവയാനി എന്ത് ചെയ്യുന്നുണ്ട്, അത് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പം തന്നെ ദേവയാനിയുടെ മാല കാണുന്നുണ്ട്. എന്നിട്ട് ജാനകിയുടെ മുന്നിലേക്ക് നീട്ടുന്നുണ്ട്. ഇത് കണ്ടോ നീ, ഇതെൻ്റെ മാലയാണ്. ഈ അനാമിക എൻ്റെ റൂമിൽ നിന്ന് അടിച്ചു മാറ്റി രേവതിക്ക് കൊടുത്തതാ. അതും എന്തിനു വേണ്ടിയിട്ടാണെന്ന് നിനക്കറിയാമോ? നന്ദുവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. പണമില്ലാത്തതിൻ്റെ പേരിൽ ഇത് വിറ്റിട്ട് വേണം നന്ദുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പണം ഉണ്ടാക്കാൻ ഇവർക്ക്. ഇത് കേട്ട ഉടൻ തന്നെ എല്ലാവരും ഒന്ന് ഞെട്ടിത്തരിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കും.